അടുത്ത്. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സച്ചിയോടൊപ്പം കാറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ ഗോകുലിനോട് സച്ചി കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. സാറ് വല്ലാതെ ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നത് എന്താണെന്നും സാധാരണ സാറിനെ കാണുമ്പോൾ വല്ലാത്തൊരു എനർജി ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇന്നത്തെ ദിവസം സാർ ആകെ മൂഡ് ഓഫ് ആണല്ലോ, എന്തോ കാര്യമായ പ്രശ്നം സാറിനെ അലട്ടുന്നുണ്ടല്ലോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഗോകുൽ പറഞ്ഞത്, സച്ചി താൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാ, അതുകൊണ്ട് തന്നോട് കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. സത്യത്തിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു മൂഡ് ഓഫ് ആയതിന്റെ കാരണം എൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള ആശങ്കകൾ തന്നെയാണ്. അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നേരത്തെ സച്ചിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അയാളെ വല്ലാതെ അലട്ടുന്നതും ആ ബുദ്ധിമുട്ടുകൾ തന്നെയാ. അയാൾക്ക് നഷ്ടപ്പെട്ടു പോയ അയാളുടെ ഭൂതകാലം, ആ ഓർമ്മകൾ അയാളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അയാളെ സഹായിക്കാമോ എന്ന് എന്നോട് അന്വേഷിച്ചു. അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് അയാൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടല്ലേ ഉണ്ടാവേണ്ടത്. അതിന് എന്താണ് ഒരു തീരുമാനത്തിൽ എത്തേണ്ടതെന്ന് അറിയാതെ ആകെ ആശങ്കപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, സാർ ഈ ഒരു കാര്യത്തിൽ സാറ് മേഡത്തിനോടൊപ്പമാണ് നിൽക്കേണ്ടത്. പിന്നെ ഇപ്പോ മേഡം അനുഭവിക്കുന്ന ഈ മെമ്മറി ലോസ് എന്നുള്ള ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഈ അടുത്ത കാലത്ത് വക്കീല് എന്നോട് പറയുകയുണ്ടായി. അത് സാറും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. വക്കീല് പഠിച്ചതും വളർന്നതുമായിട്ടുള്ള ആ ആശ്രമത്തിലെ സ്വാമിജിക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെയേറെ ജ്ഞാനമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തിയ പല രോഗികൾക്കും രോഗം ഭേദമായി അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ആശ്രമത്തിൽ പോയി കുറച്ചു ദിവസം അവിടെ ചികിത്സ തുടരണം. പിന്നെ ആയുർവേദപരമായിട്ടുള്ള ചികിത്സാ രീതി ആയതുകൊണ്ട് നമുക്ക് ദോഷമൊന്നും ഉണ്ടാവുകയുമില്ലല്ലോ. അവിടെ ചികിത്സ ചെയ്തതിന് ശേഷം അവിടുത്തെ മലമുകളിലെ ആ ക്ഷേത്രത്തിൽ പോയി തൊഴുതിറങ്ങുന്നതോടൊപ്പം അവരുടെ രോഗം പൂർണ്ണമായും ഭേദമാകുമെന്നാണ് വക്കീല് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അത്തരം ഒരു കാര്യം നമുക്ക് മുന്നിലുള്ളപ്പോ സത്യത്തിൽ അന്ന് അങ്ങനെ ഒരു കാര്യം വക്കീൽ എന്നോട് പറഞ്ഞതുപോലും ഒരുപക്ഷെ സാറിന്റെ മേഡത്തിന്റെ ഈ അസുഖത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ സഹായകമായത് എന്തുകൊണ്ട് നന്നായി എന്ന് പറഞ്ഞതും ഇതെല്ലാം കേട്ട ഗൂഗിൾ പറഞ്ഞു, എന്തായാലും സച്ചി പറഞ്ഞത് ശരി തന്നെയാ, അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതാണ് നല്ലത്. എന്നോട് മുൻപ് ആരതി അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആ ആശ്രമത്തെക്കുറിച്ചും അവിടുത്തെ ചികിത്സാ രീതികളെ കുറിച്ചും. ഇപ്പോ ഒരുപക്ഷെ എന്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പോയതുപോലും സച്ചി ഇങ്ങനെ ഒരു കാര്യം പറയുന്നതിനും ഈ ഒരു പ്രശ്നത്തിന് ഇങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിനും വേണ്ടിയായിരിക്കാം. എന്തായാലും ഞാൻ തീരുമാനിച്ചു സച്ചി, ഉടനെ തന്നെ സമൃദ്ധിയുമായി ഞാൻ ആ ആശ്രമത്തിലേക്ക് പോകും. എത്രയും വേഗം തന്നെ അയാൾക്ക് നഷ്ടപ്പെട്ടു പോയ അയാളുടെ ആ പഴയകാല ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അയാളിലേക്ക് മടക്കി കൊണ്ടുവരണം. അതാണ് എന്റെ ആഗ്രഹമെന്ന് ഗോകുൽ അറിയിച്ചു. എന്നാൽ അതുതന്നെയാണ് യഥാർത്ഥ പോംവഴി എന്ന് പറഞ്ഞ് സച്ചിയുമായി സംസാരിച്ചു നിൽക്കുന്നതിനിടയിലും കോടതിയിലേക്ക് എത്താറായി എന്ന് മനസ്സിലാക്കിയ ഗൂഗിൾ പറഞ്ഞു, അതെ ഞാൻ ഇറങ്ങാൻ നേരമായി എന്ന് പറഞ്ഞ് തന്റെ പേഴ്സിൽ നിന്ന് നോട്ട് എടുത്ത് സച്ചിക്ക് നേരെ നീട്ടി. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, എന്തിനാ സാറേ ഇതൊക്കെ, ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോ സച്ചിയോട് ഗൂഗിൾ ചോദിച്ചു, എടോ വണ്ടി ഇങ്ങനെ ഓടണമെങ്കിലേ പെട്രോളൊക്കെ അടിക്കണ്ടേ, ഡീസലൊക്കെ അടിക്കണ്ടേ, അപ്പൊ പിന്നെ ഇതില്ലാതെ പറ്റില്ലല്ലോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് സച്ചി പറഞ്ഞത്, സാറേ തൽക്കാലം എന്റെ വണ്ടി ഓടുന്നതിന് വേണ്ടിയുള്ള പെട്രോൾ അടിക്കാനുള്ള കാശും മറ്റും എന്റെ കയ്യിലുണ്ട്, തൽക്കാലം ഇത് വേണ്ട, ഇത് സാർ കയ്യിൽ വെച്ചോ, എന്നിട്ട് പിന്നീട് ഞാനൊരു അവസരത്തിൽ ഇത് പലിശ സഹിതം ഞാൻ തിരിച്ചു മേടിച്ചോളാം എന്ന് പറഞ്ഞപ്പോ ഗൂഗിൾ പറഞ്ഞു, എന്നാ ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ശരി താൻ ഇറങ്ങുവാണെന്ന് പറഞ്ഞ് സച്ചിയോട് യാത്ര പറഞ്ഞ് ഗൂഗിൾ അവിടെ ഇറങ്ങുന്നു. അതിനുശേഷം തിരിച്ച് വീട്ടിൽ മടങ്ങിയെത്തിയ ഗൂഗിൾ തനിച്ചിരുന്ന് ചിന്തിക്കുന്ന കണ്ട് അരികിലേക്ക് എത്തി അമ്മ ശോഭ ചോദിച്ചു, നീ കുറെ നേരമായല്ലോ മോനെ ഇവിടെ വന്നിരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് ഗൂഗിൾ പറഞ്ഞത്, അമ്മേ ഞാനൊരു കാര്യം തീരുമാനിച്ചു, അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയായിരുന്നു എന്ന് പറഞ്ഞതും ശോഭ വീണ്ടും കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോ ഗൂഗിൾ പറഞ്ഞു, സമൃദ്ധിയെ ഉടനെ തന്നെ ഒരു ആയുർവേദ ട്രീറ്റ്മെന്റിനായിട്ട് ഒരു ആശ്രമത്തിലേക്ക് കൊണ്ടുപോകണം, അതാണ് എന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം അയാൾ എന്നോട് അങ്ങനെ ഒരു ആവശ്യം പറയുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോ ശോഭ ചോദിച്ചു, എടാ മോനെ അത് ചെയ്യുന്നത് വലിയൊരു ആപത്ത് തന്നെ വിളിച്ചു വരുത്തിയേക്കും, ഒരുപക്ഷെ നമുക്ക് അത് വലിയ ദോഷമായിരിക്കും വരുത്തി വെക്കുക. കാരണം സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അവൾ എല്ലാം മനസ്സിലാക്കിയാൽ, അവളുടെ യഥാർത്ഥ ജീവിതം എന്തായിരുന്നുവെന്നും അവളുടെ ഭൂതകാലം എന്തായിരുന്നുവെന്നും അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ ഇവിടെ നിൽക്കുമെന്ന് മോന് തോന്നുന്നുണ്ടോ? എന്നേക്കുമായി അവളെ നമുക്ക് നഷ്ടമാവില്ലേ? നമ്മുടെ കയ്യിൽ വന്നു ചേർന്ന ജീവിതം ഇല്ലാതാവില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഗൂഗിൾ പറഞ്ഞു, അമ്മേ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ശരിക്കും നമ്മുടെ സ്വാർത്ഥതയല്ലേ? സത്യത്തിൽ അയാൾ എല്ലാം മനസ്സിലാക്കണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനും അയാളുമായിട്ടുള്ള ജീവിതം ആരംഭിക്കണമെങ്കിൽ ഇപ്പോൾ അമ്മയുടെ ആഗ്രഹപ്രകാരം 2 തവണ അയാളുടെ കഴുത്തിൽ താലി ചാർത്താനായിട്ട് ഞാൻ തയ്യാറായി. പക്ഷേ അപ്പോഴൊക്കെ സംഭവിച്ചത് എന്താണെന്ന് അമ്മ മനസ്സിലാക്കിയില്ലല്ലോ. ഇവിടെ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നടന്നപ്പോഴും നമ്മൾ ഒരു കാര്യം തിരിച്ചറിയാതെ പോയി. അയാളുടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞ് അങ്ങനെ
ജീവിതത്തിലേക്ക് അയാൾ കടന്നു വരാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ മാത്രമേ നമ്മുടെ കുടുംബത്തോട് അയാൾക്കൊരു ആത്മാർത്ഥതയും സ്നേഹവും തോന്നും. അമ്മയുടെ ഇഷ്ടപ്രകാരം അമ്മ ചിന്തിച്ചതുപോലെ ഒരു ആഗ്രഹവുമായി മുന്നോട്ട് പോയാൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല. ഇനിയൊരു പക്ഷേ അമ്മ പറഞ്ഞതുപോലെ അയാളുമായിട്ടുള്ള വിവാഹം നടന്ന ശേഷം ഈ ഓർമ്മക്കുറവും വെച്ചുകൊണ്ട് പിന്നീട് കുടുംബജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ എന്നെങ്കിലും ഒരിക്കൽ അയാൾക്ക് അയാളുടെ പഴയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ തിരിച്ചു വന്നാൽ അന്നും എല്ലാ സത്യങ്ങളും മറച്ചു വെച്ചതിന്റെ പേരിൽ, എല്ലാം അയാളിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചതിന്റെ പേരിൽ അന്നും അയാളെല്ലാം നമ്മളെയെല്ലാം ഉപേക്ഷിച്ചിട്ട് മടങ്ങി പോകാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് അയാൾ എത്തിച്ചേർന്നാലോ? അതിനേക്കാൾ നല്ലത് ചികിത്സിപ്പിച്ച് എല്ലാം ഓർമ്മകളും തിരികെ കിട്ടിയതിനു ശേഷം എല്ലാം മനസ്സിലാക്കി നമ്മളോടൊപ്പം ജീവിക്കാൻ തയ്യാറാകുന്നതല്ലേ എന്തുകൊണ്ടും നല്ലത്. അതാണ് മറ്റെന്തിനേക്കാളും നല്ലതായിട്ടുള്ള ഒരു പോംവഴി എന്ന് പറഞ്ഞ് ഇനി ഇക്കാര്യത്തിൽ ഒരു ചിന്ത വേറെ ഇല്ല എന്നും ഈ തീരുമാനത്തിൽ തന്നെ താൻ ഉറച്ചു നിൽക്കുകയാണെന്നും പറഞ്ഞ് ഗോകുൽ അവിടെ നിന്ന് പോകുന്നു. ഗോകുലിന്റെ തീരുമാനത്തെക്കുറിച്ച് അറിഞ്ഞ് ശോഭ ആകെ ടെൻഷനിലാവുകയും ഇക്കാര്യം വന്ന് ശിശിരയോട് ശോഭ അറിയിച്ചു. ഉടനെ തന്നെ സമൃദ്ധയെ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റിനായി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓർമ്മകൾ തിരിച്ചു കിട്ടിയ കഴിയുന്നതോടൊപ്പം നമ്മളെല്ലാവരും ജയിലിലുമാകും. അവളുടെ ഓർമ്മ അവളിലേക്ക് മടങ്ങി വന്നാൽ ആദ്യം ജയിലിൽ പോകേണ്ടി വരിക ഗോകുലായിരിക്കുമെന്ന് ശിശിര ശോഭയെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നു. അതിനുശേഷം അമ്മയും ഞാനും എല്ലാവരും ജയിലിലേക്ക് പോകേണ്ടി വരും. അമ്മ, അന്നത്തെ കാര്യം അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? ഇസബല്ലയുടെ മരണത്തിന് ശേഷം അന്ന് സമൃദ്ധ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് രാജീവേട്ടന്റെ കാലിൽ വീണ് അമ്മ കരഞ്ഞപേക്ഷിച്ച കാര്യങ്ങൾ അമ്മ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ശോഭ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു ഓർമ്മ ഇല്ലാതാവോ? വെറുതെ വീണ്ടും വീണ്ടും അന്നത്തെ ആ നിമിഷങ്ങൾ നീ എന്നെ ഓർമ്മിപ്പിക്കാതെ. എന്തായാലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടേ തീരൂ. ഗോകുൽ ഇതിൽ നിന്ന് പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്താണ് ഒരു പോംവഴി? അവന്റെ ഈ തീരുമാനത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാനായിട്ട് നമുക്ക് രാജീവിനോടൊന്ന് ചോദിച്ചാലോ എന്ന് അന്വേഷിച്ചപ്പോ ശിശിര പറഞ്ഞു, എന്റെ അമ്മേ, അങ്ങനെ ഒരു നീക്കം നമ്മൾ എന്തായാലും നടത്താതിരിക്കുന്നതാണ് നല്ലത്. കാരണം രാജീവേട്ടന് ഇപ്പൊ നമ്മളെക്കാൾ ഏറെ ഇഷ്ടം അവളോടാണ്, ആ സമൃദ്ധിയോട്. അതുകൊണ്ട് ഈ ഒരു കാര്യം രാജീവേട്ടനോട് ആവശ്യപ്പെട്ടാൽ ഒരിക്കലും രാജീവേട്ടൻ നമുക്കൊപ്പം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, എങ്ങനെ ഇപ്പോ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുകയാണെങ്കിൽ പോലും രാജീവേട്ടൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അയാൾ എപ്പോ വേണമെങ്കിലും നമ്മളെ തിരിഞ്ഞു കുത്തും, അത് മറക്കണ്ട എന്ന് പറഞ്ഞ് ശിശിര ശോഭയോട് മറ്റൊരു ഉപായം പറഞ്ഞു. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഞാൻ ആലോചിച്ചിട്ട് കണ്ടെത്തുന്നത്, ഇവിടെ അവന്തികയ്ക്ക് മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയൂ. അമ്മയൊരു കാര്യം ചെയ്യേ, ഇക്കാര്യം അവന്തികയോടൊന്ന് പറ. എന്തായാലും ഞാൻ ഇപ്പോൾ തന്നെ അവന്തികയെ വിളിച്ചിക്കാരെ സംസാരിക്കാമെന്ന് ശോഭ പറഞ്ഞപ്പോ ശിശിര പറഞ്ഞു, തൽക്കാലം ഫോൺ വഴിയുള്ള എത്ര സംഭാഷണമൊക്കെ ഒഴിവാക്കുന്നതാണ് അമ്മേ നല്ലത്. അമ്മ ഫോണിലൂടെ സംസാരിക്കാതെ നേരിട്ട് ചെന്ന് അവന്തികയോട് കാര്യം പറഞ്ഞാൽ മതി, അതാ നല്ലത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു പരിഹാരം ഉടനെ കണ്ടെത്താൻ അവന്തികയ്ക്ക് കഴിയും. അവന്തിക നല്ലൊരു പരിഹാര മാർഗം കണ്ടെത്തുകയും ചെയ്യും. അങ്ങനെ തന്നെ ചെയ്യാമെന്ന് ശോഭ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ അവന്തികയെ കാണുവാനായി സന്ദീപ് വീട്ടിലേക്ക് എത്തി. ഓഫീസിലെ പല കാര്യങ്ങളും സംസാരിക്കാനും ചില ഫയലുകൾ സൈൻ ചെയ്യിക്കാനുമായിട്ടായിരുന്നു അവന്തിക അരികിലേക്ക് എത്തിയത്. അവന്തികയുടെ കൈക്ക് ഫ്രാക്ചർ സംഭവിച്ചത് അറിയാതെ വന്ന സന്ദീപ് ഇതെന്താ പറ്റിയതെന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് അവന്തിക പറഞ്ഞത്, എന്തായാലും എനിക്കിങ്ങനെ ഒരു അപകടം വന്നത് ഭാഗ്യത്തിനാണ്. ഇങ്ങനെ ഒരു അപകടത്തിലൂടെ അതങ്ങ് മാറിപ്പോയത്. സത്യത്തിൽ ഈ ഒരു അപകടം വരാൻ തന്നെ കാരണം സന്ദീപെ നിന്റെ കുടുംബക്കാരാണ്. പ്രത്യേകിച്ച് സച്ചിയുടെ ഒപ്പമുള്ള ഇപ്പൊ ഉള്ള ആളുകളെല്ലാവരും. അവരെല്ലാവരും പ്രാർത്ഥിക്കുന്നത് എന്റെ ജീവൻ എങ്ങനെയെങ്കിലും ഇല്ലാതാകണമെന്നല്ലേ. അതിന് നിന്നെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിയതിനും നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി തന്നതിനുമുള്ള പക അവർക്ക് എന്നോടുണ്ട്. അതിന്റെ പകയും വിദ്വേഷവും ഒക്കെയാണ് ഇപ്പൊ ഈ രീതിയിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ അത് കേട്ട സന്ദീപ് പറഞ്ഞു, എനിക്കറിയാം ഏട്ടത്തിയെ അവർ വല്ലാതെ ദ്രോഹിക്കുന്നുണ്ട് എന്ന്. എന്താണെങ്കിലും എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി തന്ന ഏട്ടത്തിയോട് ഞാൻ ഒരിക്കലും നന്ദികേട് കാട്ടില്ല. എന്തിനും ഞാൻ ഏട്ടത്തിക്കൊപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോ അവന്തിക പറഞ്ഞു, അവരെന്നെ എങ്ങനെ വേണമെങ്കിലും ദ്രോഹിച്ചോട്ടെ. സത്യത്തിൽ സച്ചിയോട് എനിക്ക് വിരോധം തോന്നാനുള്ള കാരണം പോലും എന്റെ മോളെ മുൻനിർത്തി അവരെന്നോട് യുദ്ധം ചെയ്യുന്നതാണ്. എന്റെ മോളെ എന്നിൽ നിന്ന് അകറ്റാനുള്ള ശ്രമമാണ് സച്ചി നടത്തുന്നത്. അതെന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരുപക്ഷെ ഞാൻ എന്റെ മോളെ ദത്തെടുത്തത് തന്നെയാ. പക്ഷേ എങ്കിലും അവളെ ഞാൻ സ്നേഹിക്കുന്നത് എന്റെ മകളായിട്ട് തന്നെയാണ്. അപ്പോ അതിനിടയിൽ വന്ന് അവളുടെ മനസ്സിലേക്ക് എന്നോടുള്ള വൈരാഗ്യവും വിരോധവും ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം എന്തിനാ സച്ചി നടത്തുന്നത്? അവളെ സച്ചി എന്തിനാ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തതെന്ന് പറഞ്ഞപ്പോ സന്ദീപ് പറഞ്ഞു, ഞാനും മുമ്പ് പലവട്ടം ചോദിച്ചതാണ് ചിപ്പിമോളോട് ഇത്രത്തോളം സ്നേഹം ഏട്ടൻ കാണിക്കുന്നത് എന്തിനാണെന്ന്. പക്ഷെ ഇതുവരെ ഏട്ടൻ വ്യക്തമായ ഒരു മറുപടി അയാളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് സന്ദീപ് അറിയിച്ചു. എന്തായാലും ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്റെ ജീവിതത്തിലും ഞാൻ ഒരു തീരുമാനം എടുക്കുമെന്ന് സന്ദീപ് അവന്തികയോട് പറഞ്ഞപ്പോ അവന്തിക പറഞ്ഞു, എനിക്ക് ഒരു കാര്യം മാത്രമേ
സന്ദീപിനോട് ആവശ്യപ്പെടാനുള്ളൂ. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ സന്ദീപ് എന്റെ കൂടെ നിൽക്കണം. ഇപ്പോ സച്ചി എനിക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസുകളിൽ സന്ദീപിന് എന്നെ സഹായിക്കാൻ കഴിയും. എനിക്ക് അനുകൂലമായിട്ടുള്ള മൊഴി നൽകാൻ സന്ദീപിന് സാധിക്കില്ലേ എന്ന് ചോദിച്ചപ്പോ എന്തിനും ഞാൻ ഏടത്തിക്കൊപ്പം ഉണ്ടാകുമെന്നും എന്നെ വിശ്വസിക്കാമെന്നും പറഞ്ഞ് സന്ദീപ് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇത് കണ്ടതോടെ സന്ദീപിനോട് അവന്തിക പറഞ്ഞു, ഒരുപക്ഷെ സന്ദീപ് ഓഫീസിലുള്ളതാണ് എന്റെ ഒരു വലിയ ഭാഗ്യം. എന്റെ പകുതി തലവേദന മാറിയതും അതുകൊണ്ടാണ്. ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്റെ ഈ ബിസിനസ് സന്ദീപിനെ ഏൽപ്പിച്ചാൽ എനിക്ക് ശാന്തമായി എന്റെ മോളെ സ്നേഹിച്ച് ഈ വീട്ടിൽ കഴിയാവല്ലോ. അതാണ് എന്റെ ആലോചന എന്ന് പറഞ്ഞപ്പോൾ സന്ദീപ് പറഞ്ഞു, ഏട്ടത്തി എന്ത് തീരുമാനിച്ചാലും ഞാൻ ഏട്ടത്തിക്ക് ഒപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞ് സന്ദീപ് അവിടെ നിന്ന് പോകുമ്പോൾ ഇതിന്റെ എല്ലാം സാക്ഷിയായി നിന്ന മൂർത്തി അവന്തികയോട് ചോദിച്ചു, അല്ല എന്താ മേഡം ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുത്തത്? സ്വത്തുക്കളൊക്കെ അവന് വിട്ടുകൊടുക്കാനാണോ എന്ന് ചോദിച്ചപ്പോ അവന്തിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സത്യത്തിൽ നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് മൂർത്തിക്ക് അറിയാവല്ലോ. നമ്മൾ പ്രാവുകൾക്ക് അരിയിട്ട് കൊടുത്ത് അവരെ നമ്മളിലേക്ക് ആകർഷിപ്പിക്കുന്ന കണ്ടിട്ടില്ലേ? സത്യത്തിൽ എന്തിനാണ് അവരെ അങ്ങനെ അടുപ്പിക്കുന്നത്? ഒന്ന് രണ്ട് തവണ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് അവയ്ക്കെതിരെ നമ്മൾ വല വീശും. അതുതന്നെയാണ് അവയെ വലയിൽ കുരുക്കുന്നതിന് വേണ്ടി മുന്നോടിയായിട്ട് നടത്തുന്ന ചില പ്രയോഗം. അതുമാത്രമാണ് ഇവിടെയും. അല്ലാതെ സന്ദീപിന് ഇതെല്ലാം ഞാൻ കൊടുക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച് മൂർത്തിയോട് തന്റെ മനസ്സിലിരിപ്പ് അവന്തിക അറിയിച്ചു. അപ്പോഴാണ് ശോഭ അവന്തികയെ കാണുവാനായിട്ട് എത്തിയത്. ഗോകുലിന്റെ തീരുമാനത്തെക്കുറിച്ച് അവന്തികയോട് പറയുന്ന ആ നിമിഷം ശോഭയുടെ ആശങ്ക മനസ്സിലാക്കിയ അവന്തിക പറഞ്ഞു, ഈ ആശ്രമത്തിലേക്കുള്ള ഈ യാത്ര എത്രയും വേഗം ഒഴിവാക്കണം. ഗോകുല് അവിടേക്ക് പോകാൻ തീരുമാനിച്ചാൽ അത് ഉറപ്പായിട്ടും നടപ്പിലാക്കാനേ ഗോകുൽ ശ്രമിക്കൂ. എന്തായാലും ഈ തീരുമാനത്തിൽ നിന്ന് ഗോകുലിനെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ഉടനെ തന്നെ ചെയ്യണമെന്ന് അവന്തിക ശോഭയോട് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഗോകുലിനെ കാണുവാനായി ആരതി എത്തിയത്. കമ്മീഷൻ റിപ്പോർട്ട് എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കുന്നതെന്ന് അന്വേഷിച്ചപ്പോ താമസിയാതെ തന്നെ താൻ അത് നടപ്പിലാക്കുമെന്നും ഒന്ന് രണ്ടുപേരുടെ മൊഴികൾ കൂടി തനിക്ക് രേഖപ്പെടുത്താനുണ്ട് എന്നും ഗോകുൽ അറിയിച്ചു. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം, എന്റെ റിപ്പോർട്ടിൽ ഒരിക്കലും പക്ഷഭേദം ഉണ്ടാവില്ല. നീതി ആരുടെ ഭാഗത്താണോ ന്യായം ആരുടെ ഭാഗത്താണോ അവർക്കൊപ്പമായിരിക്കും എന്റെ റിപ്പോർട്ടും എന്ന് ഗോകുൽ പറയുന്നു. അപ്പോഴേക്കും ആരതിയെ കൂട്ടാനായിട്ട് വന്ന സച്ചി അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ആരതി ഗോകുലിന്റെ യാത്രയെക്കുറിച്ച് അന്വേഷിച്ചു. ആശ്രമത്തിലേക്ക് സാറും വൈഫും പോകുന്നതിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. എന്തായാലും അവിടെ സാറിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഏർപ്പാട് ചെയ്തോളാം. സ്വാമിജിയോട് പ്രത്യേകം ഞാൻ സാറിന്റെയും വൈഫിന്റെയും കാര്യം പറയുകയും ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോ എന്തായാലും ആരതിക്ക് ഇങ്ങനെ ഒരു സ്വാധീനം അവിടെ ഉള്ളത്, ആരതിയുടെ ലോക്കൽ ഗാർഡിയൻ ആണല്ലോ അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആരതി എവിടെയുള്ളത് ഞങ്ങൾക്കും വലിയൊരു ആശ്വാസമാണെന്ന് ഗോകുൽ പറഞ്ഞപ്പോ തീർച്ചയായിട്ടും ഈ ഒരു ട്രീറ്റ്മെന്റിന് ശേഷം മേഡത്തിന് നഷ്ടപ്പെട്ട ഓർമ്മകൾ തിരിച്ചു കിട്ടുമെന്ന് ആരതി ഉറപ്പ് നൽകി. പിന്നീട് സച്ചിയോടൊപ്പം അവിടെ നിന്ന് പുറപ്പെടുന്ന ആരതിയെ വീട്ടിലേക്കാണെന്നുള്ള ധാരണയിൽ സച്ചിയെ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ആ വഴിയല്ല പോകേണ്ടതെന്ന് പറഞ്ഞ് വഴി പറഞ്ഞു കൊടുക്കുന്ന ആരതിയോട് ഇത് എവിടേക്കാണ് ഈ യാത്രയെന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും ആരതി പറഞ്ഞു, ഞാൻ പോകുന്നത് ആശ്രമത്തിലേക്കാണെന്നുള്ള കാര്യം. ഒടുവിൽ ഒരു ലോങ് ഡ്രൈവിനായി സച്ചി ആരതിയോടൊപ്പം കൂടുമ്പോൾ ആശ്രമത്തെക്കുറിച്ചും അവിടുത്തെ ചുറ്റുപാടുകളെക്കുറിച്ചും അവിടുത്തെ ചികിത്സാ രീതിയെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ വിശദമായി സച്ചിയോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ് ആ യാത്രക്കിടയിൽ ആരതി.